സെവൻത് സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 80. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. 3/5, 4/5, 1/20, 7/8. മൂന്ന് ബൈ അഞ്ച് ദശാംശ രൂപത്തിലേക്കാക്കണമെങ്കിൽ ഛേദം 10, 100, 1000, 10000 അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് നമ്മൾ ഛേദം 10ലേക്ക് മാറ്റുന്നു. അപ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ അംശത്തെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം 6/10 കിട്ടും. 6/10 എന്ന് പറഞ്ഞാൽ 0.6. ഇനി 4/5 അതിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 5 10. 4 8. 8/10 എന്ന് പറഞ്ഞാൽ 0.8. അടുത്തത് 1/20. 1/20 ഛേദം 20 അതിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100 ആക്കാം. 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 5/100 ദശാംശത്തിലേക്ക് മാറ്റിയാൽ 0.2 സ്ഥാനമാണല്ലോ. അപ്പം ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുന്നിലൊരു 0 ചേർത്ത് കൊടുക്കുക. 0.5. അടുത്തത് 7/8. 8ന് 125 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1000 കിട്ടും. അതേപോലെ ഇവിടെയും 125 കൊണ്ട് ഗുണിക്കാം. 5 35 5, 3 ബാക്കി, 7 14, 3 17, 7 1 ബാക്കി, 1 7 7 1 8. 875/5 5 40 0 4 ബാക്കി, 8 16 4 20 0 2 ബാക്കി, 1 8 8 2 10 1000. 875/1000 അതിന് ദശാംശത്തിലേക്ക് മാറ്റിയാൽ 3 സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 സ്ഥാനമുണ്ട്. 0.875. ഇനി രണ്ടാമത്തെ കണക്ക്, 3 ലിറ്റർ പാൽ ഒരേ അളവിൽ 8 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ട്? 3 ലിറ്റർ പാൽ 8 കുപ്പികളിൽ. അപ്പോൾ ആൻസർ 3/8. 3/8 ലിറ്റർ. ഇനി 17 മീറ്റർ നീളമുള്ള കയർ 25 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 17/25 സമഭാഗങ്ങൾ. 17/25. അടുത്തത് 19 കിലോഗ്രാം അരി 20 പേർക്ക് ഒരുപോലെ വീതിച്ചു. ഒരാൾക്ക് എത്ര കിലോഗ്രാം കിട്ടും? 19/20. ഒരാൾക്ക് കിട്ടുന്നതാണ് ഇത്. ഒരാൾക്ക് 19 അതായത് 19 കിലോ അരി 20 ആൾക്ക് ഭാഗിച്ചാൽ ഒരാൾക്ക് 19/20. നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്പർ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതുന്നത്. ഇനിയിപ്പോൾ അല്ലാണ്ട് നമ്മളൊരു ഉദാഹരണം എടുത്ത് നോക്ക്. 10 മിഠായി 5 ആൾക്ക് ഭാഗിച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/5. 10 മിഠായി 5 ആൾക്ക് ഭാഗിച്ചാൽ 2 ഒരാൾക്ക് കിട്ടുക. അപ്പോൾ 10/5 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്പർ കിട്ടാത്തതുകൊണ്ട് അതേപോലെ എഴുതാം. അടുത്തത് 14.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നാട 2 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്ററാണ്? 14.5 2 ഭാഗങ്ങളാക്കി. അപ്പോൾ 14.5 ഹരിക്കണം 2. 14.5 ഹരിക്കണം 2. 2 14. 5 ഇവിടെ പോയിൻ്റ് വരും. 5
2 4 1 ബാക്കി 10ൽ 2 5. അപ്പോൾ 7.25 എന്താണ് സെൻറ്റിമീറ്റർ. 7.25 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 20.5 മീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ചുറ്റളവാണ് കൊടുത്തത്. സമചതുരത്തിൻ്റെ 20.5. സമചതുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ചുറ്റളവാണ് കൊടുത്തത്, 4 വശങ്ങൾ കൂട്ടിയിട്ടുള്ള. അപ്പോൾ ഒരു വശം കണ്ടുപിടിക്കാൻ 20.5 ഹരിക്കണം 4. അപ്പോൾ 20.5 ഹരിക്കണം 4. 20ൽ I 4 20, പിന്നെ 5 ഇറക്കിയിട്ട് 5ൽ ഒരു പ്രാവശ്യം ഒരു 4 ബാക്കി 1 10ൽ 4 10ൽ 4 2 24 8 ബാക്കി 2 20ൽ 4 5. 5.125 5.125 മീറ്ററാണ് കൊടുത്തത്. മീറ്റർ. ഒരു വശത്തിൻ്റെ നീളം 5.125 മീറ്റർ. ഇനി 6 പേനയുടെ വില 40.50 രൂപയാണ്. ഒരു പേനയുടെ വില 6 പേനയുടെ വില 40.50. അപ്പോൾ ഒരു പേനക്ക് 6 കൊണ്ട് ഹരിച്ചു വെക്കാം. 6 6 36, 4 ബാക്കി 45ൽ 6 7 6 42, 7 6 42, 3 ബാക്കി 0 ഇറക്കിയിട്ട് 30ൽ I 6 30. അപ്പോൾ 6.75 ഒരാൾ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത്, ഒരു പേനയുടെ വില 6 പേനയുടെ വില 40.50. അപ്പോൾ ഒരു പേനയുടെ വില 6.75 രൂപ. ഓക്കെ.